ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലകളില്ലാതെ നിൽക്കുന്ന റോസ് ചെടികളിൽ പെട്ടെന്ന് പുതിയ തളിർപ്പുകളും ഇലകളും ഒക്കെ വരാനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറിനെ കുറിച്ചാണ്. ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് മഴക്കാലം ആയതോടുകൂടെ റോസ് ചെടികളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി വെറും തണ്ട് മാത്രമായിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത്. പുതിയ തളിർപ്പുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇനി പുതിയ ലീവ്സൊക്കെ വരാനായിട്ട് എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ലേറ്റായത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളതുപോലെ ഫോളോ ചെയ്താൽ തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന റോസ് ചെടിയിലും ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ പുതിയ ഷൂട്ട്സും പുതിയ ലീവ്സൊക്കെ വന്നോളും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴയത്തിരിക്കുന്ന റോസ് ചെടികളിൽ ഈർപ്പം കൂടുതലുള്ളതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇലകളെല്ലാം മഞ്ഞ കളറായിട്ട് കൊഴിഞ്ഞു പോവാറുണ്ടെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ അതിൽ പുതിയ ഷൂട്ട്സും ലീവ്സൊക്കെ വരാറുണ്ട്. എന്നാൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാത്ത പ്ലാന്റിലെയും ഇലകളെല്ലാം കൊഴിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ എൻ്റെ റോസ് ചെടികളുടെയും ഇലകൾ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റിൽ നിറയെ ഇലകളും മൊട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിന്ന പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ ഇലകളെല്ലാം കുറേ ഒഴിഞ്ഞു പോയി, കുറേ അഴുകിപ്പോയി. ശക്തമായിട്ടുള്ള മഴയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വളങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ കണ്ടോ, എൻ്റെ പ്ലാന്റിലൊക്കെ എല്ലാ പ്ലാന്റിലും ഇതെല്ലാം പുതിയ ലീവ്സ് വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ചെടി എപ്പോഴും ക്ലീനാക്കി വെക്കുക. ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പോട്ട് ക്ലീനാക്കി വെക്കുക, പോട്ടിരിക്കുന്ന ഏരിയ ക്ലീനാക്കി വെക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പോട്ടിൽ കളകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് പറിച്ച് കളയുക, കൊഴിഞ്ഞു വീണ ഇലകൾ, ഉണങ്ങിയ കമ്പുകൾ ഒക്കെ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ചെടീനെ ക്ലീനാക്കി വെക്കണം. അതിനുശേഷം ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് അതിൻ്റെ ചുവട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴക്കാലം ആയാലും 2 ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഇതിൻ്റെയൊക്കെ ചുവട് ഇളക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് യൂറിയയാണ്. യൂറിയ എല്ലാവർക്കും അറിയുന്ന ഒരു ഫെർട്ടിലൈസറാണ്. പണ്ട് കാലം മുതലേ കൃഷിക്ക് ഉപയോഗിച്ച് വന്നിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ ഇതിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏത് ചെടിയും പെട്ടെന്ന് വളരാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഏത് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ചുവട് ചേർത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഈ യൂറിയൊക്കെ ചുവട് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോവുകയുള്ളൂ, വളരെ അല്ല അത് കരിഞ്ഞു പോവുക ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പോട്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്താണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മഴയത്ത് അങ്ങനെ അലിഞ്ഞ് പൊയ്ക്കോളും. അതല്ല, മഴയൊന്ന് വിട്ട് നിൽക്കുന്ന സമയത്താണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഈ വളം കൊടുത്ത ഉടനെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ ഈ വളം കൊടുക്കാൻ പാടുള്ളൂ. ചെറിയ ചെടികളാണെങ്കിൽ 1/2 ടീസ്പൂൺ, വലിയ ചെടികളാണെങ്കിൽ 1 ടീസ്പൂൺ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. പുതിയ ഷൂട്ട്സൊക്കെ വരാൻ തുടങ്ങും. 1 വീക്ക് ആവുമ്പോഴേക്കും ഇതുപോലെ നിറയെ പുതിയ ഇലകൾ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് മഴക്കാലത്ത് റോസ് ചെടികളുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് കൂടുതൽ കൊടുക്കേണ്ടത് നൈട്രജനാണ്. അതായത് നമ്മളിപ്പോൾ വളങ്ങളൊക്കെ കൊടുത്ത് നിറയെ ഇലകളൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും ഒന്നുകിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും, അതല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മഴ വീണ്ടും വന്നു കഴിഞ്ഞാൽ ആ ഇലകളെല്ലാം കൊഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ആകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ആ ചെടിക്ക് നല്ല രീതിയിൽ നൈട്രജൻ കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൂടുതലായിട്ടും റോസ് ചെടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ റീപ്പോർട്ട് ചെയ്ത ചെടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. റീപ്പോർട്ട് ചെയ്ത ചെടികൾക്ക് ഉടനെ തന്നെയൊന്നും ഈ യൂറിയ കൊടുക്കരുത്. പുതിയ ഷൂട്ടും പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി ഒരു മിനിമം ഒരു 20 ഡേയ്സെങ്കിലും കഴിയാതെ നിങ്ങൾ ഈ വളം കൊടുക്കാൻ പാടില്ല. 20 ഡേയ്സ് കഴിഞ്ഞ ചെടികൾക്കൊക്കെ കൊടുക്കാം. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കുക. ഷെയ്ഡിലൊക്കെ ഇരിക്കുന്ന ചെടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കുറച്ചായിട്ട് കൊടുത്ത് ആ ചെടീനെ വളർത്തിക്കൊണ്ടുവരണം. അതല്ലാതെ റീപ്പോർട്ട് ചെയ്ത ചെടികൾക്ക് ഇതുപോലെ 1 ടീസ്പൂൺ വളമൊന്നും നിങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ യൂറിയ കൊടുത്തു കഴിയുമ്പോൾ നിറയെ പുതിയ ഇലകൾ വരുമല്ലോ, അതിൻ്റെ കൂടെ മൊട്ടുകൾ വരും. ആ മൊട്ടുകൾ വിരിയിക്കാതെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ചെടി നല്ല ആരോഗ്യത്തോടെ വളരും. ചെടി നല്ല ഹെൽത്തി ആയതിനു ശേഷം മാത്രം പൂക്കൾ വിരിയിക്കുക.
അപ്പോൾ ഇലകളില്ലാതെ നിൽക്കുന്ന റോസ് ചെടികൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫെർട്ടിലൈസറും കൂടെ കൊടുക്കുക. അതിനുശേഷം വേറെ 2 ഫെർട്ടിലൈസർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ പൂക്കൾ വിരിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ചെടിയും ഇതുപോലെ നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളോട് കൂടിയിട്ട് വളരും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സമ്മാനം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്താണ് ആ സമ്മാനം, അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അതായത് ഈ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കായിരിക്കും ഗിഫ്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? റോസാപ്പൂക്കൾ പോലെ നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാകുന്ന കമേലിയ പ്ലാന്റാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്